ഈ കാലയളവിൽ ധ്യാനിക്കാൻ ഏറ്റവും പ്രസക്തം എന്ന് തോന്നുന്ന ഒരു തിരുവചന ചിന്ത ഒരല്പം നേരം ധ്യാനിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത നാൾ വരുന്നു, നാൾ വരുന്നു, നാൾ വരുന്നു എന്ന് നാം അറിഞ്ഞ് നാം അധികമായി ചെയ്യേണ്ട ചിലതുണ്ട്. നാൾ വരുന്നു. ദൈവമക്കളെ, ഇത് ധ്യാനിക്കുന്തോറും ഈ ചിന്ത എൻ്റെ കർത്താവ് കൂടുതൽ ഇടപെടുന്നത് കാണാം. കാരണം ഈ കാലയളവിൽ അത് ധ്യാനിക്കേണ്ടത് തന്നെ. നാൾ വരുന്നു, നാൾ വരുന്നു എന്ന ബോധ്യത്തേക്ക് ഏതൊരുവൻ വരുന്നോ അവൻ അധികമായി ചെയ്യേണ്ട ചിലതുണ്ട്. അതെന്തെല്ലാം? വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 24-ഉം 25-ഉം വായിച്ചു. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ചിലർ ചെയ്യുന്നത് പോലെ. ചിലർ എന്താ ചെയ്യണേ? സഭായോഗങ്ങൾ ഉപേക്ഷിക്കുന്നു. സഭായോഗങ്ങൾ അതിന് പ്രാധാന്യം കാണാതെ പോകുന്നു. സഭായോഗം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവമക്കളുടെ കൂടിവരവ് എവിടെ നടക്കുന്നോ, എവിടെ ദൈവമക്കൾ കൂടി വരുന്നു അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതാണ് ആ സഭായോഗങ്ങൾ എന്ന് പറയുന്ന വാക്കിന് തന്നെ പ്രസക്തി കിട്ടാനുള്ള കാരണം. ദൈവമക്കൾ എവിടെ കൂടുന്നു അത് കൂടിവരവാണ്, സഭായോഗമാണ്. സഭായോഗങ്ങൾ ഇന്ന് മറന്നു കളയുന്നു ജനം. ഇതാണ് അപ്പോസ്തലൻ കണ്ടെത്തിയ ഒന്നാമത്തെ കാര്യം. ഈ കാലയളവിൽ സഭായോഗങ്ങൾ മറന്നു കളയുന്നു. 2, തമ്മിൽ പ്രബോധിപ്പിക്കുക എന്നാണ് രണ്ടാമത്തെ കാര്യം. തമ്മിൽ പ്രബോധിപ്പിക്കുക. ദൈവമക്കൾ കാണുന്നിടത്തൊക്കെ നിറഞ്ഞ മനസ്സോടെ വളരെ ശാന്തമായ രീതിയിൽ ഒരുവനെ പ്രബോധിപ്പിക്കുന്ന ചിലതുണ്ട്. ഒരുത്തനോട് കർത്താവിന് സ്തോത്രം എന്ന് പറയുന്നത് പോലും ആ പ്രബോധനത്തിൻ്റെ ആദ്യ വാക്കാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വാക്ക് ശ്രദ്ധിച്ചു. ഒരു ഇസ്ലാം സഹോദരൻ മറ്റൊരു ഇസ്ലാം സഹോദരനെ കാണുമ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട്. സകല മനുഷ്യർക്കും അത് കാണാതെയാണ്. മറ്റുള്ള വിഭാഗത്തിലെ ആളുകളും അത് ഉപയോഗിക്കുന്നത് കാണാം. അത്രമാത്രം അത് പരിചിതമായിരിക്കുന്നു സമൂഹത്തിന്. അമൃത ആശുപത്രി പോലെയുള്ള ആശുപത്രിയിലേക്ക് ജസ്റ്റ് ഒരു ഫോൺ ചെയ്താൽ, യൂട്യൂബിലുണ്ടായിരുന്നു ഈ സംഭവം, ആശുപത്രിയിലേക്ക് ഒരു ഫോൺ ചെയ്താൽ കേൾക്കുന്ന ഒരു സംബോധന വാക്കുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ പറയാനൊന്നുമില്ല. 90% ക്രിസ്ത്യാനിക്കും മാറ്റി നിർത്തുന്ന 10% പറയുവാൻ ഉള്ള 10% 90%നും പറയുവാനൊന്നുമില്ല. ലോകത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ചന്തമുള്ള ഭാഷയിൽ ചിലത് പറയുക എന്നല്ലാതെ എൻ്റെ കർത്താവിന് മഹത്വം, എൻ്റെ കർത്താവിന് സ്തോത്രം, അങ്ങനെ മഹത്വം കൊടുക്കുന്ന ഒരു വാക്കുപോലും ഒരു ക്രിസ്ത്യാനിക്ക് അന്യോന്യം പറയാനില്ല. അവിടുന്ന് മുതൽക്ക് അപ്രകാരം പറയുന്ന ഒരു പ്രകൃതമുണ്ടോ, അവിടുന്ന് മുതൽക്ക് തുടങ്ങുന്നു ഈ തമ്മിലുള്ള പ്രബോധനം. ഒരുവന് വേണ്ടി എന്തോ പ്രബോധിപ്പിക്കുന്നു. ഇത് ഈ കൂടിവരവുകളിൽ പ്രധാനപ്പെട്ടതാണ്. നാൾ വരുന്നു എന്ന് മനസ്സിലാക്കി ഇത് അധികമായി ചെയ്യണം. 1, കൂടിവരവുകൾ പ്രധാനതയുള്ളതാകണം. 2, അന്യോന്യ പ്രബോധനങ്ങൾക്കേറെ സ്ഥാനം വരണം. 3, സ്നേഹത്തിനും കരുണയ്ക്കും പ്രോത്സാഹനം കൊടുക്കത്തക്ക ചില പ്രകൃതങ്ങൾ നമ്മിൽ ഡെവലപ്പ് ചെയ്യണം. 3 കാര്യം പറഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടെ വാക്യം കേൾക്കാം. സഭായോഗങ്ങൾ ഉപേക്ഷിക്കപ്പെടരുത്. 2,
തമ്മിൽ പ്രബോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. 3, സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും പ്രോത്സാഹനം കൊടുക്കുക. 3 കാര്യം ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു അധികമായിട്ട്. കാരണം നാൾ വരുന്നു. ദൈവമക്കളെ, ഏത് നാളാ വരണേ? ഏതായി വലിയ നാൾ? ധ്യാനിക്കാൻ എടുക്കുന്നതും സഫന്യാവിൻ്റെ പുസ്തകമാണ്. സഫന്യാവിൻ്റെ പുസ്തകം 3 അധ്യായത്തിൽ അവസാനിക്കും. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ചിലത് പറയുകയാണ്. വായിക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. അത് ബന്ധപ്പെട്ട് വരുന്നു. അത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. ആ വേർഡ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. അത്യന്തം നമ്മിലേക്ക് അത് ബന്ധപ്പെട്ട് വരുന്നു. യഹോവയുടെ ദിവസം. ബാക്കി കേട്ടോ. യഹോവയുടെ ദിവസം വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി സഫന്യാവ് എഴുതി ചേർക്കുകയാണ്. വീരൻ നിലവിളിക്കുന്നു. ഈ ലോകത്തിൽ കീഴടങ്ങാത്ത ചില വീരന്മാരുണ്ട്. ഒന്നിനും കീഴടങ്ങാത്ത ചില വീരന്മാർ. ആ വീരന്മാർ വരെ നിലവിളിക്കും. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള നാൾ വരുന്നു എന്നാണ് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സഫന്യാവിൻ്റെ ഈ പ്രവചനം അത് കടന്നുപോയ ഒരു പ്രവചനമല്ലേ? അതെ. BC 6-ാം നൂറ്റാണ്ടിൽ പ്രവചനം നിറവേറ്റപ്പെട്ടു. ആ പ്രവചനം നിറവേറി. എങ്കിലും പുതിയ നിയമത്തിൻ്റെ വിശുദ്ധന്മാർ പറഞ്ഞു തീർത്തു, ഇനിയും വരാനിരിക്കുന്ന ഒരു ന്യായവിധിയുടെ നാളിനെ ഇതൊരു നിഴലായി നിൽക്കും. അങ്ങനെയെങ്കിൽ സഫന്യാവിൻ്റെ വാക്കുകൾ സംഭവിക്കാനിരിക്കുന്ന എന്തോ ഒരു വലിയ നാളിൻ്റെ നിഴലാണ്. സഫന്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിൻ്റെ കയ്യിൽ വെള്ളിയുണ്ടായിരിക്കാം, നിൻ്റെ കയ്യിൽ പൊന്നുണ്ടായിരിക്കാം. ഈ ലോകത്ത് പലതും ചെയ്യാൻ പ്രാപ്തമായത് എന്ന് തോന്നാവുന്ന പലതും ഉണ്ടായിരിക്കാം. പക്ഷേ അവ നിർജീവമാകുന്ന നാളായിരിക്കും ആ വലിയ നാൾ. അവ നിർജീവമാകുന്ന നാളായിരിക്കും. വായിക്കാം. യഹോവയുടെ ക്രോധ ദിവസത്തിൽ, അതായത് ആ പറയുന്ന നാൾ എന്ന് പറയുന്ന ദിവസം അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന സർവ്വഭൂമിയും അവന്റെ തീഷ്ണാഗ്നിക്ക് ഇരയായി തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും. എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ സംഹാരം, നാശം അവിടെ നടക്കും. അവൻ്റെ കയ്യിലുള്ള വെള്ളിക്കോ പൊന്നിനോ ഒന്നും പ്രവർത്തിക്കാനാകാതെ വരുന്ന ഒരു സമയം വരും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആ നാൾ വരുന്നു. ഒരു ദൈവ പൈതലിനെ എന്ത് ചെയ്യാനുണ്ട്? എനിക്കും നിങ്ങൾക്കും എന്തോ ചെയ്യാനുണ്ട്. 1, സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. കൂടിവരവുകൾ ഒരു പക്ഷേ കുറച്ചായിരിക്കും കൂടി വരാനുള്ളവരുടെ എണ്ണം, പക്ഷെ കൂടിവരവുകൾ ഉപേക്ഷിക്കപ്പെടരുത്. 2, അന്യോന്യ പ്രബോധനങ്ങൾ ഒഴിവാക്കപ്പെടരുത്. 3, കർത്താവിന് മഹത്വം, സ്നേഹം, കരുണ എന്നിവ പ്രോത്സാഹിപ്പിക്കത്തക്ക ഒരു സാഹചര്യം ജനിക്കണം. ഇവ അധികമായി സംഭവിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുക. ഒരു നാൾ വരുന്നു. എൻ്റെ കൂടെ പിറപ്പേ, എനിക്കും നിങ്ങൾക്കും ഈ നാളിനെക്കുറിച്ച് എത്രമാത്രം ഒരു ബോധ്യം, അപ്രകാരം ആ ബോധ്യത്തിലേക്ക് നമ്മളെത്തിയാൽ ഇന്നത്തെ വചനചിന്തയ്ക്കും അർത്ഥം വന്നു. കേട്ട തിരുവചനത്താൽ സ്വർഗ്ഗത്തിലെ വലിയ ദൈവം നിറപടിയായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.